തരുമ്പെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും സച്ചേട്ടൻ സഹതാപത്തോടെ എന്നെ നോക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും അങ്ങനെ പെരുമാറരുത്. അതെന്നെ വളർത്തിക്കളയുള്ളൂ. ഞാനൊരു രോഗിയാണെന്ന മട്ടിൽ എന്നെ ഒന്ന് നോക്ക് പോലും ചെയ്യരുത്. എല്ലാവരും എന്നോട് സന്തോഷത്തോടെ സംസാരിക്കണം, പഴയ സ്നേഹത്തോടെ ഇടപെടണം. ഈ സഹതാപം എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത ബോറടിയ. എനിക്കെന്തോ ദേഷ്യം വരും. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഈ സഹതാപം? രോഗി എന്ന് പറയുന്നത് ഒരു സത്യമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവരാ. ശരിക്കും ഈ ഭൂമിയിലെ യഥാർത്ഥ ഭാഗ്യവാന്മാർ ആരാണെന്ന് സച്ചിനറിയോ? പണവും പ്രതാപവും ഒന്നുമല്ല, സൗന്ദര്യമല്ല, സമൂഹത്തിലെ സ്ഥാനമാനങ്ങളും അല്ല, ഈ ലോകം മുഴുവനും നേടിയെന്ന് അഹങ്കരിക്കുന്നവരും അല്ല. രോഗമില്ലാത്തവരാണ് ഈ ഭൂമിയിലെ യഥാർത്ഥ ഭാഗ്യവാന്മാർ. ആശുപത്രിയിൽ കയറാതിരിക്കുന്നതാണ് മഹാപുണ്യം. ഗോവിന്ദനറിയില്ല ഇക്കാര്യം? ഇല്ല, ഇക്കാര്യം ഗോവിന്ദനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ താൻ പറയാത്തെ? ലോകത്തിലെ ഏറ്റവും നല്ല ചികിത്സ എടുക്കുന്ന സ്ഥലത്തല്ലേ നിങ്ങൾ ജീവിച്ചത്? പിന്നെന്തിനാ അവിടുന്ന് ഇത്രയും ദൂരം വന്നത്? അവിടെ കിട്ടുന്ന ഒരു സൗകര്യവും ഇവിടെ കിട്ടില്ല. ലക്ഷ്മി എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം. എന്നിട്ട് ഗോവിന്ദനോട് ഈ വിവരം പറയണം. ഇല്ല സച്ചേട്ടാ, എന്റെ വിധി എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാ ഗോവിന്ദനോട് പോലും പറയാതെ ഞാൻ അവിടെ വിട്ട് പോകുന്നത്. ഗോവിന്ദന് എന്നോട് വലിയ സ്നേഹം. പക്ഷെ എന്നെ ഓർത്ത് ഒരു ജീവിതകാലം മുഴുവനും മനസ്സൊരുക്കി അവൻ ജീവിച്ച. നിനക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? അല്ലാതെ ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് എന്താ കാര്യം? മരണം ഒരു ദിവസം എല്ലാവർക്കും സംഭവിക്കും. അവിടെ ഒരു ഒളിച്ചു കളിയും നടക്കില്ല. പക്ഷെ സന്തോഷത്തോടെ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. സച്ചേട്ടനോടല്ലാതെ എനിക്ക് ഈ ഭൂമിയില് മറ്റാരോടും അത് പറയാൻ പറ്റില്ല. ഞാൻ എന്താ ലച്ചു നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? സച്ചേട്ടന്റെ നാവിൽ നിന്ന് ഞാനൊരു രോഗിയാണെന്ന് ഈ ലോകത്ത് മറ്റൊരാള് പോലും അറിയരുത്. അർച്ചന പോലും. ഞാൻ മരിക്കുന്നത് വരെ ഈ രഹസ്യം സച്ചിടന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. പിന്നെ ഒന്നുകൂടിയുണ്ട്. എന്റെ കോവിൽ ഗോവിന്ദന്റെ നമ്പർ ഞാൻ സച്ചേട്ടന് തരാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഗോവിന്ദനെ വിവരം അറിയിക്കാൻ പാടുള്ളൂ. അപ്പോ എന്നോടുള്ള വെറുപ്പ് ഗോവിന്ദന്റെ മനസ്സിൽ കുറച്ചുകൂടി കൂടും. പിന്നെ ഗോവിന്ദ സന്തോഷത്തോടെ ജീവിച്ചോളും. ഇതൊന്നും ഒരിക്കലും മറ്റാരും അറിയില്ലെന്ന് എനിക്ക് വാക്കതാ സച്ചേട്ടാ.
ലച്ചു, ബ്ലഡ്. ഇതൊരു സാധാരണ അവസ്ഥയാണ്. കുറച്ച് കഴിയുമ്പോൾ ബോധം തെളിയും. ഡോക്ടർ, ശരിക്കും ഇപ്പൊ എന്താ ലക്ഷ്മിയുടെ കണ്ടീഷൻ? അധികം സ്ട്രെസ് എടുക്കാനോ ഓടാനോ ചാടാനുള്ള കരുത്തൊന്നും ഇപ്പൊ ലക്ഷ്മിയുടെ ഹാർട്ടിനില്ല. കുറച്ചു നാളായിട്ട് ഇങ്ങനെയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഗ്രാജുവലായിട്ട് ഹാർട്ടിന്റെ കണ്ടീഷൻ വഷളായിക്കൊണ്ടിരിക്കുക. അതൊരു ഡേഞ്ചറസ് കണ്ടീഷനാ. ആ ഒരു മയക്കത്തിൽ എല്ലാം അവസാനിച്ചെന്നും വരാം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടർ, മനസ്സിലായി ഡോക്ടർ. ഇതുപോലെ ഒരു പേഷ്യന്റിനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. മരിക്കുന്നത് വരെ സന്തോഷത്തോടെ മാത്രം ജീവിക്കണം എന്നൊരു വാശിയിലാണ് ആ കുട്ടി. പക്ഷേ എന്ത് ചെയ്യാം, ഈ കണ്ടീഷനിൽ അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ഡോക്ടർ, എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാം ഞാൻ ചെയ്യാം. നമുക്കാർക്കും ഒന്നും ചെയ്യാനില്ല സച്ചി. മുകളിലിരിക്കുന്ന ആ വലിയ ഡോക്ടർ തീരുമാനിക്കണം എന്ത് വേണമെന്ന്.